കോപ്പ അമേരിക്കയിൽ കോസ്റ്റാറിക്കയ്ക്കെതിരായ ആദ്യ മത്സരം ബ്രസീലിന് കനത്ത തിരിച്ചടിയും നിരാശയുമാണ് നൽകിയത്. ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ബ്രസീൽ ഗോളൊന്നും നേടാതെ കോസ്റ്റാറിക്കയ്ക്കെതിരെ സമനില വഴങ്ങി. ഇതോടെ പരാഗ്വയോട് നടക്കാനിരുന്ന രണ്ടാം മത്സരത്തിൽ ബ്രസീലിന് വിജയം അനിവാര്യമാണ്. പരാഗ്വയ്ക്കെതിരെ ബ്രസീൽ ഇറങ്ങുമ്പോൾ സ്ക്വാഡിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ പരിശീലകൻ ഡൊറിവൽ ജൂനിയർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്ലോബ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുന്നേറ്റനിരയിലും പ്രതിരോധത്തിലുമാണ് ബ്രസീൽ മാറ്റങ്ങൾ വരുത്തുക. മുന്നേറ്റനിരയിൽ റഫീഞ്ഞയ്ക്ക് പകരം സാവിയോ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു പുറമെ ലെഫ്റ്റ് വിംഗ് ബാക്കായി അരാനയ്ക്ക് പകരം വെഞ്ചൽ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ സാവിയോ മികച്ച പ്രകടനം നടത്തിയിരുന്നു. കോസ്റ്റാറിക്കയ്ക്കെതിരെ വിനീഷ്യസ് ജൂനിയറിനെ സെൻട്രൽ ഫോർവേഡായി കളിപ്പിച്ചെങ്കിൽ നാളത്തെ മത്സരത്തിൽ റോഡ്രിഗോയെ ആ സ്ഥാനത്തേക്ക് മാറ്റി വിനീഷ്യസിനെ വിങ്ങിൽ തന്നെ കളിപ്പിക്കും. ബ്രസീലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് മത്സരം. ഇതിൽ സമനിലയോ തോൽവിയോ വഴങ്ങിയാൽ ടീമിന്റെ ക്വാർട്ടർ പ്രവേശനത്തെ ബാധിക്കും. അടുത്ത മത്സരത്തിൽ നേരിടാനുള്ള കൊളംബിയ ശക്തരാണ് എന്നതിനാൽ എങ്ങനെയും വിജയം നേടേണ്ടത് ബ്രസീലിന് അത്യാവശ്യമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.